ജന്തർ മന്ദറിലെ ജൻസി പ്രതിഷേധക്കാരുടെ കയ്യിൽ ചില സമയങ്ങളിൽ പ്ലക്കാർഡുകൾക്ക് പകരം കാണുന്നത് ചൂലുകളാണ്. ക്ഷീണം എത്രയുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ തന്നെയാണ് എല്ലാ ദിവസവും സമരസ്ഥലത്ത് കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. രാത്രി സമയത്തോ പ്രകടനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് പുലർച്ചെയോ ആണ് ഇതിനായി അവർ സമയം കണ്ടെത്തുന്നത്. ഓരോ ദിവസത്തെയും മാലിന്യം ശേഖരിക്കാൻ ഡൽഹി കോർപ്പറേഷന്റെ തൊഴിലാളികളെ കാത്ത് ഈ സമരക്കാർ നിന്നില്ല. രാവിലെ മുതൽ മാലിന്യം ശേഖരിക്കൽ ദൗത്യം ഓരോരുത്തരായി ഏറ്റെടുത്തു. അതിനവർ പറയുന്ന കാരണം ഇതാണ്. The cause we are fighting for, if we are littering, then we are supposed to clean the place as well, because we do it at our home as well. If we are living somewhere, then we are supposed to clean the surroundings. We are not supposed to litter it around, because you are sleeping here, you are eating here, you are living here. It means it is your second home, right? Then you need to clean your home, then you need to clean your surroundings basically. സർക്കാരിനോട് ചിലത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതേ ഉത്തരവാദിത്വം ഞങ്ങൾക്കുമുണ്ടെന്നാണ് ഈ സേവനത്തിലൂടെ അവർ പറയുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ, ബാനറുകൾ, ഭക്ഷണത്തിന്റെ പാക്കറ്റുകൾ എല്ലാം അവർ സ്വന്തം കൈകൊണ്ട് നീക്കം ചെയ്ത് മാതൃകയാകുകയാണ്. The cause not for spreading something that we don't want from the government. So take care, be a work citizen and work around, see what are you doing and see what other people are doing. If they are littering, then please stop them. You are co-citizen of India. You guys are working together. You are here for same cause. Then why are you littering over here? It's not a party going on. സർക്കാരിനെതിരെ പ്രതിഷേധിക്കുമ്പോഴും ഈ നഗരത്തോട് പ്രതിഷേധിക്കേണ്ടതില്ല എന്നാണ് സമരപന്തലിലെത്തിയ ഓരോരുത്തരുടെയും നിലപാട്. പ്രതിഷേധിക്കുക എന്നാൽ നശിപ്പിക്കുക എന്നതല്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ ഇവർ മുന്നോട്ട് വെക്കുന്നത്. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി സമരത്തിന്റെ ഭാഗമായി ആയിരങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ തടിച്ചുകൂടിയത്. അതുകൊണ്ട് തന്നെ വേസ്റ്റുകളും ഇവിടെ ധാരാളം കുമിഞ്ഞുകൂടി. പക്ഷേ ആ വേസ്റ്റ് നീക്കം ചെയ്യുന്ന ജോലിയും ധാർമ്മികമായി ഈ സമരക്കാർ തന്നെ ഏറ്റെടുത്തു എന്നതാണ്. അരുൺ ഹോണികനൊപ്പം ഷബ്ന, ന്യൂസ് മലയാളം, ഡൽഹി.